നാട്ടുകാർ പലതും പറയും. എനിക്കെന്ന് പറഞ്ഞ ഇപ്പൊ അങ്ങനെ ആകാൻ പറ്റുമോ? രേണു ഇപ്പൊ കുറച്ചുകൂടെ ഗ്ലാമർ ആയെന്ന് തോന്നുന്നു. തിരിച്ചു വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഉണ്ട് എല്ലാരും ഉണ്ട്. എല്ലാരും ചെരുപ്പുണ്ട്. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോന്നേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ രേണു തന്നെയാണ് കണ്ടൻറ്റായിട്ട് എടുത്തേക്കുന്നത്. കിച്ചുവും ഋതപ്പനും ഒക്കെ അതിനകത്ത് ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ഋതപ്പൻ്റെ മുഖം ഞാൻ മറച്ചേ കാണിക്കത്തുള്ളൂ കേട്ടോ. കാര്യം കൊച്ചു കുഞ്ഞുങ്ങളുടെ മുഖം അങ്ങനെ കാണിക്കാൻ പാടില്ല. അതൊന്നാമത്. രണ്ടാമത് നമ്മൾ ഇതെന്തെങ്കിലും ചെയ്ത് അവർക്ക് എന്തെങ്കിലും വേണ്ടി നമ്മുടെ പേരിൽ ഒരു പരാതി കൊടുക്കാം. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് കുഞ്ഞിൻ്റെ മുഖം മറച്ചാണ്. ഋതപ്പൻ തന്നെയല്ല, മറ്റേ രേണുവിൻ്റെ ചേച്ചിയുടെ കൊച്ചുണ്ട്, അതിൻ്റെ മുഖമൊക്കെ മറച്ചാണ് കാണിക്കുന്നത്. അപ്പം നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. എവിടെയൊക്കെ നല്ല മഴ പെയ്യുന്നുണ്ട്. ഇവിടെ നല്ല മഴയായിരുന്നു. ഇത്രയും ദിവസം കൂടി ഞങ്ങൾക്ക് ഇന്ന് നല്ലൊരു മഴ കിട്ടിയത്. പക്ഷേ അതിൻ്റെ ഇരട്ടി ചൂടും ഭയങ്കര ഇടിയും കാറ്റും ഒക്കെ ആയിരുന്നു. അങ്ങനെ മൊത്തത്തിൽ സീനായിട്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ആദ്യം തന്നെ രേണുവിൻ്റെ പിന്നെ ഒരു കാര്യം പറഞ്ഞുള്ളതാണ്. രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു വരണമെന്നില്ല കേട്ടോ, ആ വഴിക്ക് പൊക്കുള്ളത്. കാര്യം നമ്മൾ കുറ്റങ്ങളല്ല പറയുന്നത്, ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെയാണ് പറയുന്നത്. അല്ലാതെ സൂചിപ്പിച്ച് പറഞ്ഞേച്ച് മറ്റുള്ളവരുടെ പ്രീതി പിടിച്ച് പറ്റേണ്ട കാര്യമില്ല. പറയേണ്ട കാര്യങ്ങൾ അത് ഉള്ളതുപോലെ പറയുന്നു. നല്ലത് നല്ലതെന്ന് തന്നെ പറയും, മോശം മോശം തന്നെ പറയും. അപ്പം നമുക്ക് ആദ്യം തന്നെ രേണുവിൻ്റെ കുറച്ച് ഡാൻസൊക്കെ ഉണ്ട്. ഡാൻസൊക്കെ ഒന്ന് കണ്ടു നോക്കാം. വീണ്ടും രേണു പഴയ പോലൊക്കെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ആദ്യം ഒന്ന് കൈയിട്ട് സ്ഥിരം ആക്ഷനൊക്കെ തന്നെ, പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ബൈക്ക് വന്നു, ബൈക്ക് കൊണ്ട് ഇനിയൊരു ലീലാവിലാസങ്ങളൊക്കെ ഒന്ന് കാണിച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് അതൊക്കെ ഒന്ന് ചെയ്തതിന് ശേഷം വീണ്ടും തിരിഞ്ഞു നിന്നു. ഭയങ്കര ഡാൻസാണ്. ഇതൊക്കെയാണ് ഡാൻസ് എന്ന് പറയുന്നത്. എന്നതിനാണ് അതിൻ്റെ താഴെ വന്നിരിക്കുന്ന കുറച്ച് കമൻറ്റുകളുണ്ട് കേട്ടോ. അതാണ് സത്യം പറഞ്ഞാൽ കണ്ടത്. സാധാരണ പുള്ളിക്കാർ ഇങ്ങനെയൊക്കെ ഇടുമ്പോഴത്തേക്ക് കമൻറ്റ് ബോക്സ് ഓഫൊക്കെയാണ് ഇടാറുള്ളത്. ഇത് പക്ഷേ എനിക്കൊന്ന് ആളുകളുടെ പ്രതികരണം എങ്ങനെയുണ്ട്, എന്നെ ആൾക്കാരൊക്കെ എങ്ങനെ കാണുന്നു എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയായിരിക്കാം കമൻറ്റ് ബോക്സ് ഓഫാക്കാതെ ഇട്ടത്. അതിനകത്ത് വന്ന് ചില കമൻറ്റൊക്കെ ആർജ ലച്ചുവിൻ്റെ ഒക്കെ ഉണ്ട്. അതൊക്കെ പൊന്നി എന്നൊക്കെ വിളിച്ച് തിരിച്ച് ചേച്ചി സൂപ്പർ എന്നൊക്കെ പറഞ്ഞിടുമ്പോഴത്തേക്ക് എടുത്തുണ്ട്. അതിനകത്ത് വന്നേക്കുന്ന ഒരു കമൻറ്റാണ്, സ്വയം സെലിബ്രേറ്റ് ചെയ്ത് വിശേഷിപ്പിക്കുന്ന ചേച്ചിയല്ലേ ഇത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിന് രേണു കുറേ കമൻറ്റൊക്കെ വാരിയിട്ടിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് വന്നിട്ട് കുറേ നെഗറ്റീവ് കമൻറ്റ് വന്നിട്ടുണ്ട്. അയ്യോ, ഇത് ഞങ്ങളുടെ ആക്രി വെറുക്കാൻ വന്ന അവരെ പോലെ ഇരിക്കുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാത്തിനാണോ ഇവരിങ്ങനെ കിടന്ന് ഈ നെഗറ്റീവ് കമൻറ്റ് വാരി കൂട്ടുന്നതെന്ന് എനിക്കത് അറിയത്തില്ല കേട്ടോ. കുറേ മോശം, ഞാൻ പറഞ്ഞത് ഇത്രയും മോശം കമൻറ്റൊക്കെ കഴിവ് നിങ്ങൾക്ക് ഇടാതിരിക്കുക. എത്രയാണെന്ന് പറഞ്ഞാൽ അവരൊരു പെണ്ണല്ലേ, അവർ കാണിക്കുന്നത് അതിനപ്പുറമാണ് എന്ന് പറഞ്ഞാലും ഒത്തിരി മോശമായിട്ടുള്ള കമൻറ്റുകൾ വരുന്നുണ്ട് കേട്ടോ രേണുവിന്. ഒന്നാമത് രേണുവിനെ പറ്റി ഇറങ്ങിയിരിക്കുന്ന കാര്യങ്ങളെ വെച്ച് തന്നെയാണ് കമൻറ്റുകൾ കുറവ്. നമുക്ക് വായിക്കാൻ പോലും കൊള്ളത്തില്ല. എന്തൊട്ട് തേങ്ങയാണ് ഈ കാട്ടിക്കൂട്ടുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ഒത്തിരി അങ്ങനെ ഒരുപാട് നെഗറ്റീവ് കമൻറ്റാണ് ആ ഒരു വീഡിയോ. സാധാരണ രേണു ഇങ്ങനെയൊക്കെ ഇടുമ്പോഴത്തേക്ക് കമൻറ്റ് ബോക്സ് ഓഫ് ആക്കാറാണ് പതിവ്. കാര്യം എന്ന് വെച്ചാൽ രേണുവിന് തന്നെ അറിയാം വരുന്ന കാര്യങ്ങൾ എന്നാന്നുള്ളത് അറിയാം. അത് കഴിഞ്ഞിട്ട് രേണു പിന്നെയും ആ ഒരു ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ ഒരു റീലും കൂടി ഇട്ടിട്ടുണ്ട്. ആ റീലിനകത്ത് കാണിക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്തും ഇങ്ങനെ എന്നതൊക്കെയോ ഭാവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ കൈ പൊത്തിപ്പിടിച്ചപ്പോൾ ഞാൻ ഓർത്തു ചിലപ്പോൾ ഉടുപ്പ് ഇങ്ങനെ ഇച്ചിരി കഴുത്തിറങ്ങിയാണ് ഇരിക്കുന്നത്, അതുകൊണ്ടായിരിക്കും പൊത്തിപ്പിടിച്ചെന്ന് ഓർത്തു. പക്ഷേ അവിടെ ആരും കണ്ടില്ലെങ്കിൽ കണ്ടോ എന്നാണ് ആ പൊത്തിപ്പിടിച്ചതിൻ്റെ അർത്ഥം എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അത് കഴിഞ്ഞേച്ച് വീണ്ടും അത് തന്നെയാണ് കഴുത്ത് പൊത്തിപ്പിടിക്കുന്നുണ്ട്. പക്ഷേ അത് ഇച്ചിരി എഴുപ്പത്തേക്ക് നിങ്ങൾ കണ്ടില്ലേ, ഞാൻ ഇച്ചിരിയോടെ ചേർന്നിരുന്ന് കാണിക്കാം, നിങ്ങൾ കണ്ടോളൂ എന്ന് പോലെ. ഇതൊക്കെ കാണുമ്പം എനിക്ക് ഓർമ്മ വരുന്നത് എന്നാന്ന് വെച്ചാൽ സജന പറയുന്ന ഓരോ കാര്യങ്ങളാണ് എനിക്ക് ഓർമ്മ വരുന്നത്. എവിടെയെങ്കിലും ഒരു ഇനാഗറേഷൻ ചെല്ലുമ്പോഴത്തേക്ക് അവർ കൊടുക്കുന്ന ഡ്രസ്സ് ഇടുന്നത്, അത് അവർ കൊടുക്കുന്ന ഡ്രസ്സായിട്ട് അത് ഉടനെ പിന്നെ വെച്ച് കുത്തി വെക്കാനോ അങ്ങനെയൊന്നും പറ്റത്തില്ല. ഇതൊക്കെ ആര് കൊടുത്ത ഡ്രസ്സുകളാണ്. ഇതൊക്കെ പുള്ളിക്കാർ തന്നെ സെലക്ട് ചെയ്ത് പുള്ളിക്കാരുടെ വീട്ടിൽ ഇരുന്നുള്ള റീലൊക്കെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഈ മീഡിയക്കാർ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ, രേണുവിനെ ഇവർ കളിയാക്കി കൊല്ലുവാണെന്നുള്ളൊരു സംശയമുണ്ട്. കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഇവർ ശരിക്കും ആക്കുവാണ് രേണുവിനായിട്ട്. പക്ഷേ രേണുവിന് അത് മനസ്സിലായി. രേണുവിനോട് കാണാൻ കൊള്ളാം, അല്ലെങ്കിൽ പാട്ട് കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്, ഡ്രസ്സ് കൊള്ളാം, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് രേണു ഭയങ്കരമായിട്ട് പൊങ്ങും. അഭിനയം കൊള്ളാം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇവന്മാരുടെ കൂട്ടത്തിലുള്ളവർ തന്നെ അങ്ങോട്ട് ഇട്ടങ്ങ് കളിയാക്കിയതിന് നമ്മുടെയൊക്കെ ഇവിടത്തേക്ക് ഭാഷ പറയാൻ ഊക്കുക എന്ന് പറയും. ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അങ്ങ് നാണം കെടുത്തുന്നു. ഒരുത്തൻ പറയുന്നത് സുന്ദരിയാണ്, ഒരുത്തൻ പറയുന്നത് ചുമ്മാ ഇരിക്കേട്ടാ, ഒന്ന് നിർത്തുന്നു എന്ന് വെച്ചാൽ നേരെ വെളുക്കും മുതൽ ഇവന്മാർ ഇതാണ് പറയുന്നത്, സുന്ദരിയാണെന്ന് പറയുന്നത്. നമുക്കൊന്ന് കണ്ടു നോക്കാം. പലതും പറയും. എനിക്കെന്ന് പറഞ്ഞ ഇപ്പൊ അങ്ങനെ ആകാൻ പറ്റുമോ? രേണു ഇപ്പൊ കുറച്ചുകൂടെ ഗ്ലാമർ ആയെന്ന് തോന്നുന്നു. സൗന്ദര്യം വേറെ ഗ്ലാമർ വേറെ. സൗന്ദര്യം വേറെ ഗ്ലാമർ വേറെ. ഓക്കെ, സൗന്ദര്യം ഇല്ലല്ലോ ഏതായാലും, പിന്നെ ഗ്ലാമറെങ്കിലും പിടിച്ചെടുക്കാം. സൗന്ദര്യം ഇല്ലാത്ത ഒരാൾക്ക് ഗ്ലാമർ വരില്ല. അങ്ങനൊന്നും ഇല്ല കേട്ടോ. സൗന്ദര്യം ഗ്ലാമറിന്റെ രണ്ടാണ്. നമ്മുടെ മനസ്സിലാണ് സൗന്ദര്യം. ഈ ഒരു ഇതിനകത്ത് രേണു ഇപ്രാവശ്യം വെളിയിൽ പോയിട്ട് ദുബായി പോയിട്ട് വന്നിട്ട് രേണു ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ പിന്നെ കൊടിമൂടി നിൽക്കുന്ന ആ രേണുവിൻ്റെ മുഖം കണ്ടോ ഭയങ്കരമായിട്ട് ഏജും തോന്നുന്നുണ്ട്. രേണുവിൻ്റെ മുഖം എന്തോ വേറൊരു ഷേപ്പ്, എന്താ പറയുക, ഒത്തിരി അങ്ങ് മുഖത്തങ്ങ് രേണുവിൻ്റെ ആ ഒരു ഷേപ്പേ മാറിപ്പോയെന്ന് തോന്നുന്നല്ലേ. ആ ഒരു ഇതിനാണ് ആ ഒരു ഡ്രസ്സും ആ ഒരു ഇതും അവന്മാർ വീഡിയോ പിടിച്ച് എടുക്കുന്നത് തന്നെ നോക്കി ഇങ്ങോട്ടാണെന്നുള്ളത് കൃത്യമായിട്ട് അവിടോട്ട് തന്നെ വെച്ചെടുക്കുന്നത്. അവന്മാരെല്ലാം ഈ കിന്നാരം കണ്ട് കൂടെ നടക്കുന്നത്
ഇവരെ ശരിക്കും അപമാനിക്കാനും നാണം കെടുത്താനും വേണ്ടി മാത്രമാണ്. അല്ലാതെ ഇവരോടുള്ള സ്നേഹമോ അല്ലെങ്കിൽ ഇവരോടുള്ള ഇഷ്ടമോ അല്ലെങ്കിൽ ഇവർ സോഷ്യൽ മീഡിയ നല്ലതായിട്ട് നിൽക്കണമെന്ന് ഒന്നും ഓർത്തല്ല. ഇവന്മാർ നെഗറ്റീവ് ഇട്ട് ഇങ്ങനെ കൊടുക്കാന്നുള്ളതാണ് ഇവന്മാരുടെ ഏറ്റവും മുഖ്യമായിട്ടൊരു കാര്യം. കൂടെ കൂട്ടി പൈസയും കൊടുത്ത് നിൽക്കുന്നവന്മാരെല്ലാം ഇത് തന്നെയാണ് കാണിച്ചുകൊണ്ട് നടക്കുന്നത്. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വരാനായിട്ട് കുറച്ച് സമയം എടുക്കും. കുറച്ച് സമയമില്ല, മനസ്സിലാക്കാൻ പോകുന്നില്ല. ഇതൊരിക്കലും മനസ്സിലാക്കാൻ പോകുന്നില്ല. ഇത് ഇങ്ങനെ തന്നെ ഇങ്ങനെ പോകത്തുള്ളൂ. ഒന്നെങ്കിൽ തലക്കെ തന്നെ ഇച്ചിരി വേണം. നമ്മളെ ഒരാൾ ഒരു പരിധി വിട്ട് പുകഴ്ത്തുന്നത് കേൾക്കുമ്പോഴത്തേക്ക് സ്വാഭാവികം നമ്മൾ ചിലപ്പോൾ ഇച്ചിരി ഒരാൾ യാദൃശ്യമായിട്ട് കാണാൻ പറയും, അടിപൊളിയായിട്ടുണ്ടല്ലോ, സുന്ദരിയായിട്ടുണ്ടല്ലോ, കാണാൻ കൊള്ളാം, അല്ലെങ്കിൽ ഡ്രസ്സ് അടിപൊളിയാണ്, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ 24 മണിക്കൂറും ഒരാളെ ആക്കുന്ന രീതിയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുമ്പോഴത്തേക്ക് അത് ഒരു നമ്മുടെ ആ ഒരു ശരിക്കുമുള്ള ഇതിനെപ്പറ്റി അല്ല അവരെ പറയുന്നത്. നമ്മളങ്ങനെ പറഞ്ഞു കഴിയുമ്പം ആ ഒരു ആക്കലിൽ നമ്മൾ വിശ്വസിച്ച് അങ്ങ് നിൽക്കുമെന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ടാണ്. എന്നാണേലും ചില സമയത്ത് ഇവരായിട്ട് കളിയാക്കുവാണല്ലോ എന്ന് ഓർക്കുമ്പോഴത്തേക്ക് ഇതവർക്ക് മനസ്സിലാകത്തില്ല. പക്ഷെ അവന്മാരത് ശരിക്കും ആസ്വദിക്കുന്നുണ്ട്. ആ കളിയാക്കലും ഇവരെ ഇട്ടങ്ങ് ഈ ഒരുമാതിരി ആക്കി പറയുന്നതും ഇവരുടെ ഫോട്ടോ എടുക്കുന്നതും ഇവരുടെ വീഡിയോ എടുക്കുന്നതും എല്ലാം ഇവന്മാർ ശരിക്കും ആസ്വദിക്കുന്നുണ്ട്. ചില പ്രായം ചെന്നുള്ളൊരുത്തിനാന്ന് തോന്നുന്നു സൗണ്ട് കേട്ടിട്ട്. ഇവനാന്ന് തോന്നുന്നു ഊഞ്ഞാലേന്ന് അടിയപ്പോഴത്തേക്ക് വീഴുവാണെങ്കിൽ ഇവൻ ചെന്ന് പിടിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിന്നവനെന്ന് തോന്നും. രേണു മരത്തെ കയറുന്ന എടുക്കട്ടെ എന്നൊക്കെ ചോദിച്ച് ചെയ്യിപ്പിക്കുന്ന അവനാന്ന് തോന്നുന്നു. അവൻ്റെ സൗണ്ട് കേട്ടിട്ട് കുറേ എണ്ണങ്ങൾ ഇങ്ങനെ നടക്കുവാണ്. ആ കൂടെ ഇപ്പോൾ ഒരു സ്ത്രീയും കൂടിയിട്ടുണ്ട്. എന്നാണേലും കളിയാക്കിയാലും മനസ്സിലാക്കാനുള്ള വിവരവും ബോധവും ഇല്ല അവർക്ക്. അതാണ് സത്യം. ആ ഒരു സമയത്ത് ആ ഒരു കഴുത്തൊന്നും ഇത് അഭിനയം അല്ലല്ലോ. അത്ര ഇറക്കിയിട്ട് നമുക്ക് എന്നാ പാട് ഇവർ കാണിക്കുന്നതല്ലേ ഇത്ര തന്നെയാണ്. നമ്മുടെ വിഷയം ഇതൊന്നും അല്ല. ഇവരിങ്ങനെ റീലോ കുന്തോ എന്തെങ്കിലും കാണിച്ചോട്ടെ. നമ്മൾ കിച്ചു ഇവരുടെ വീട്ടിൽ വന്ന കാര്യമാണ് ഇന്ന് പ്രധാനമായിട്ട് എടുത്തേക്കുന്നത്. കിച്ചു ഇന്നലെ അപ്ലോഡ് ചെയ്തതാണ് കിച്ചുവിൻ്റെ ചാനലിൽ ഈ ഒരു കാര്യം. അപ്പോൾ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ്. വീഡിയോസൊക്കെ എല്ലാവരും ഒരുപെട്ടവരൊക്കെ കണ്ടു കഴിഞ്ഞു. അതിനകത്ത് നമുക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കിച്ചു ആദ്യത്തെ നമുക്ക് കുറച്ച് സീനൊന്ന് കണ്ടതിന് ശേഷം കാര്യങ്ങൾ പറയാം. എത്തിയിട്ടുണ്ട്. അറിയത്തില്ല നോക്കാം. സർപ്രൈസ് സംഭവം കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ വിളിച്ചിട്ടൊന്നുമില്ല. വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഉണ്ട്. എല്ലാരും ഉണ്ട്. എല്ലാരും ചെരുപ്പുണ്ടോ അവിടെ? എല്ലാരും ഉണ്ട്. ഓക്കെ. നമ്മൾ ഒരിക്കലും നമ്മൾ ടെൻഷൻ അടിക്കാൻ പറ്റും. ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര പ്രശ്നങ്ങളാണ്. ഹലോ സുഖമാണ്. പള്ളി പോയോ? എന്ത് ഇത് ഇവർ ചെല്ലുന്നത് ഇവർക്ക് നല്ല ടെൻഷനുണ്ട് കേട്ടോ. ഈ കിച്ചുവിൻ്റെ ഫ്രണ്ട്സിനാണെങ്കിലും കിച്ചുവിനാണെങ്കിലും ഇവരെങ്ങനെ പ്രതികരിക്കും എന്നറിയത്തില്ല. കാര്യം കിച്ചുവിന് ഏകദേശം ഇവരുടെ സ്വഭാവങ്ങളൊക്കെ അറിയാവുന്നതാണ്. അതുകൊണ്ടാണ് കിച്ചു ഇതെങ്ങനെ പ്രതികരിക്കും അറിയാൻ മേലാത്തത്. അപ്പം പിന്നെ ഈ വീഡിയോ എടുക്കുന്നതായിരിക്കും ഒരു പക്ഷേ ഇവരുടെ ഏക സമാധാനം. കാര്യം എന്ന് വെച്ചാൽ ഈ വീഡിയോയുടെ മുന്നിൽ വന്ന് എന്തെങ്കിലും കാണിച്ചാൽ അത് പബ്ലിക്കിലേക്ക് വന്നാൽ വീണ്ടും അതിൻ്റെ ഇരട്ടി നെഗറ്റീവ് രേണുവിന് വരുമെന്നറിയാം. ആ ഒരൊറ്റ ഇതിലേ ഉള്ളൂ ഇവർക്കൊരു സമാധാനമായിട്ട് ഇവർ പോയേക്കുന്നത്. അപ്പം ഇവർ ചെല്ലുമ്പോൾ ഇവർ പറയുന്നുണ്ട് പേടിച്ചിട്ട് കാര്യമില്ലല്ലോ എന്നൊക്കെ പറയുന്ന ആടമുഖത്ത് നല്ല ഭയം ഉണ്ടെന്ന് നമുക്ക് കാണുമ്പോൾ അറിയാം. അവിടെ ചെന്ന് കയറിയിരിക്കുന്നത് രേണുവിൻ്റെ അപ്പനാന്ന് തോന്നുന്നു. അവിടെ നിൽപ്പുണ്ട് കേട്ടോ. രേണുവിൻ്റെ പപ്പ അവിടെ നിൽപ്പുണ്ട്. അത് കയറി അങ്ങ് ചെന്ന് ഋതപ്പനെ എടുത്തു. പക്ഷേ ഞാൻ ചോദിക്കുന്നത് കിച്ചു ഇത്രയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് കിച്ചുവിൻ്റെയും കൂടെ വീടാണ്. അവിടെ ഉള്ളവരിൽ രേണുവിനും കിച്ചുവിനും ഋതപ്പനുമാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ നിൽക്കാനുള്ള അവകാശം. അതുകൊണ്ട് കിച്ചു ഇത്രയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. രേണു ഇപ്പോൾ ചിലർ ചോദിക്കായിരിക്കും രേണുവിന് തന്നെ അവകാശം. രേണുവിന് അവകാശം ഉണ്ട്. കാര്യം വെച്ചാൽ രേണുവിന് ആ കൊച്ചിൽ മേലുള്ള അവകാശം ഉണ്ട് വീട്ടിൽ നിൽക്കാനായിട്ട്. അവരുടെ അമ്മയാണ്. നമ്മുടെ വീട്ടിൽ അമ്മമാർക്ക് അവകാശമില്ലേ? അതേ അവകാശം തന്നെയാണ് രേണുവിന് ആ വീട്ടിൽ താമസിക്കുന്നതിലുള്ളത്. മക്കളുടെ ഇതിൽ അമ്മമാർക്ക് ഒരു അവകാശവും ഇല്ലേ? അത് പറയുന്നവരോട് ഞാൻ യോജിക്കുന്നില്ല. അവർക്ക് അവകാശം ഉണ്ട് അവിടെ നിൽക്കാനായിട്ട്. അപ്പം അതുകൊണ്ട് കിച്ചു അവിടെ ചെന്ന് കയറുമ്പോൾ കിച്ചു യാതൊരു കാരണവശാലും പേടിക്കേണ്ട കാര്യമില്ല. ഒട്ടും ഭയക്കേണ്ട കാര്യമില്ല. ആരുടെ അനുവാദം പോലും വേണ്ട ആ വീട്ടിലോട്ട് കയറുന്നതിന്. അത് കിച്ചുവിൻ്റെ വീടാണ്. കിച്ചുവിൻ്റെ ഋതപ്പിൻ്റെ വീടാണ്. അതിലേക്ക് കയറി ചെല്ലാൻ കിച്ചുവിന് അനുവാദം വേണ്ട. കിച്ചുവിന് നല്ല ടെൻഷനുണ്ട്. എനിക്കൊന്ന് ഈ കൊച്ചിനെ കാണാഞ്ഞിട്ട് ചിലപ്പോൾ ഈ കിച്ചുവിന് ഒരുപാട് സങ്കടമായി കാണും. ഈ വീഡിയോയിലൂടെയൊക്കെ രേണു മറ്റേ ഈ ചേട്ടത്തിയുടെ കൊച്ചിനെ വെച്ച് കുറേ റീൽസൊക്കെ എടുക്കുന്നുണ്ട്. അവർ രണ്ടും ഒന്നാന്നൊക്കെയുള്ള രീതിയിൽ. അപ്പം ചെന്ന് ഋതപ്പനും ആർക്കും ഒരു പ്രതീക്ഷയില്ലായിരുന്നു ഈ കിച്ചു അവിടെ ചെല്ലുമെന്നുള്ളത്. രേണുവിന് പോലും ഒരു പ്രതീക്ഷയില്ലായിരുന്നു. ഒന്നും പറയാതാണ് ചെന്നത്. പറഞ്ഞേച്ച് ചെന്നാൽ ചിലപ്പോൾ കൊച്ചിനെ ഇവിടുന്ന് മാറ്റുമോ എന്നുള്ളൊരു ടെൻഷൻ കൊണ്ടായിരിക്കും കിച്ചു പറയാതെ ചെന്നത്. അവിടെ ചെന്ന് ആ കൊച്ച് കിച്ചുവിനെ കണ്ടപ്പോഴത്തേക്ക് ഋതപ്പൻ്റെ മുഖത്തെ ഭാവങ്ങൾ നിങ്ങൾ ഞാനിപ്പോൾ അത് മുഖം മറിച്ചാണ് കാണിക്കുന്നത്. നിങ്ങൾക്കത് കറക്റ്റായിട്ട് കാണണമെങ്കിൽ കിച്ചുവിൻ്റെ ചാനലിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഒരു ഇതിനകത്ത് കൊച്ചിൻ്റെ മുഖം ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് അതിന് ടെൻഷനാണ്. അത് പേടിച്ചാണ് ഈ കിച്ചുവിൻ്റെ അടുത്ത് നിൽക്കുന്നത്. ഇതിന് മുമ്പ് കിച്ചു ചെല്ലുമ്പോൾ അങ്ങനെയല്ല ഈ കൊച്ചിരിക്കുന്നത്.
കൊച്ചു ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മളെല്ലാം പറയാറുണ്ട്. ഋതപ്പൻ ഏറ്റവും സന്തോഷമായിട്ട് ഇരിക്കുന്ന നമ്മൾ കാണുന്നത് ഈ കിച്ചു ചെല്ലുമ്പോഴാന്ന് പറയാറുണ്ട്. പക്ഷേ ഇതിനകത്തെന്ന് പറഞ്ഞാൽ ആ കൊച്ച് ആകെപ്പാടെ എന്നതൊക്കെയോ അതിന് ഭയങ്കര ഭയമുണ്ട്. നമ്മളൊരു വീട്ടിൽ ചെന്ന് കയറുമ്പം നമ്മളോട് ആ വീട്ടുകാർക്കുള്ള താല്പര്യം അറിയണമെങ്കിൽ ആ വീട്ടിലെ കുഞ്ഞുങ്ങളെ നോക്കിയാൽ മതി. ആ വീട്ടുകാർ നമ്മുടെ അടുത്ത് എത്ര സ്നേഹം കാണിച്ചാലും ആ വീട്ടിലെ കുഞ്ഞുങ്ങളെ കണ്ടാൽ നമുക്കറിയാം നമ്മളോട് ഇവർക്ക് താല്പര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയാം. ആ കുഞ്ഞുങ്ങൾ ഒരുമാതിരി പേടിച്ച് ഭയന്നും നമ്മളെ അടുത്തൊന്നും ഇങ്ങനെ അകന്ന് നിൽക്കുവാണെങ്കിൽ അന്നേരം വിചാരിച്ചുള്ളത് നമ്മളെപ്പറ്റി നെഗറ്റീവ് വീട്ടിൽ ധാരാളം അവർ സംസാരിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. നമ്മളെപ്പറ്റി ആ വീട്ടുകാർ തമ്മിൽ പറയുന്നതാണെങ്കിലും എന്നാണെങ്കിലും ഈ കുഞ്ഞുങ്ങൾ അത് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചോളാം. ആ ഒരു വീട്ടിൽ നമ്മളോടുള്ള അവരുടെ ഒരു താല്പര്യം നമുക്ക് കുഞ്ഞുങ്ങളെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും എന്ന് പറയുന്നുണ്ട്. ഋതപ്പനെ കാണുമ്പോൾ അറിയാം ഋതപ്പൻ്റെ മൊത്തം ആ ഭാവ വ്യത്യാസങ്ങൾ. അത് കഴിഞ്ഞ് കിച്ചു ഋതപ്പനെ കൊണ്ട് പുറത്ത് പോകാനായിട്ട് തുടങ്ങുവാണ്. എന്നാണെങ്കിലും ഇന്ന് ഋതപ്പനെ ഒരു ചെറു വൃത്തിക്കും എനിക്കും കണ്ടിട്ട് ഇവർ എറണാകുളത്ത് രേണുവിനെ വിളിക്കാൻ പോകാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ രേണുവിനെ വിളിക്കാൻ പോകുന്ന സമയത്ത് ഉള്ളതുകൊണ്ടായിരിക്കാം അത്രയും വൃത്തിക്കൊന്ന് ഒരുങ്ങി നിൽക്കുന്നത്. അല്ലെങ്കിൽ ആ കുഞ്ഞിനെ എപ്പോഴും ഒന്നെങ്കിൽ ഉടുപ്പിടാതെയോ അല്ലെങ്കിൽ ഒരു പഞ്ഞു ഉടുപ്പിട്ടോ ഒന്നിനും ആകപ്പാടെ മുഷിഞ്ഞാണ് അതിനെ എപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇന്ന് ഇച്ചിരി നല്ല ഇതായിട്ട് കാണാൻ പറ്റി. അപ്പോൾ കിച്ചു ഈ കൊച്ചിനെ കൊണ്ട് പുറത്ത് പോയി ഫുഡ് മേടിച്ച് കൊടുക്കാനും അവനെ എപ്പോഴും ചെന്നാലും പുറത്ത് കൊണ്ട് ഓരോ സ്ഥലത്തൊക്കെ കാണിക്കാനും ഒക്കെ ആയിട്ടാണ് പോകുന്നത്. അപ്പം ആദ്യം ചോദിച്ചപ്പോഴത്തേക്ക് കൊച്ചിനെ കൊണ്ടുവന്ന് കാര്യം ചോദിച്ചപ്പോഴത്തേക്ക് രേണുവിൻ്റെ പപ്പ പറഞ്ഞു പറ്റത്തില്ല എന്ന് പറഞ്ഞു. കൊച്ചിനെ പുറത്ത് കൊണ്ടുപോകണ്ട, കണ്ടില്ലേ അത് മതിയെന്ന് പറഞ്ഞു. അത് പറയാൻ അദ്ദേഹത്തിന് തന്നെ അവകാശം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അദ്ദേഹത്തിന് ഒരു അവകാശവും ഇല്ല അത് പറയാനായിട്ട്. രേണുവിന് പറയാം കൊച്ചിനെ ഇപ്പം നീ പുറത്തോട്ട് കൊണ്ടുപോകണ്ട. രേണു കിച്ചുവിൻ്റെ ഋതപ്പൻ്റെ അമ്മയാണ്. പക്ഷേ കിച്ചുവിനും ഈ അതേ അവകാശം തന്നെയാണ്. അവൻ്റെ അച്ഛൻ്റെ ചോരയിൽ തന്നെയുള്ള കുഞ്ഞാണത്. ആ കുഞ്ഞിൽ ഈ കിച്ചുവിന് അതേ ഉള്ള അവകാശം തന്നെ. ഇവർ മറ്റുള്ള ആരെക്കാളും അവകാശം ഈ കിച്ചുവിന് തന്നെയുണ്ട് ആ കൊണ്ടുപോകണ്ട എന്ന് പറയാനായിട്ട്. പക്ഷേങ്കിൽ അത് കിച്ചു പിന്നെ പറയുന്നുണ്ട് ഇത് കഴിഞ്ഞ്, അന്നേരം നമുക്കത് കേൾക്കാം. അപ്പോൾ ഇവർ നേരെ ഇനി അവിടുന്ന് ഋതപ്പനെ കൊണ്ട് ആ ഋതപ്പൻ്റെ ആ സമയത്ത് ഇവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകും ഋതപ്പന് എത്ര ഇവരുമായിട്ടൊരു അകൽച്ച ഉണ്ടെന്നുള്ളത്. അപ്പൊ നമ്മളെ മച്ചാമാരുമായിട്ട് നമ്മളൊന്ന് കറങ്ങാനിറങ്ങിക്കുക. സത്യം പറഞ്ഞതല്ലേ അതാ മൊത്തത്തിൽ ഇവർ എറണാകുളത്ത് അമ്മേനെ വിളിക്കാൻ പോകാനായിട്ട് നിൽക്കുമായിരുന്നു നമ്മൾ വന്നപ്പോ. ആകെ ഒരു പ്ലാൻ സർപ്രൈസ് ആയിട്ട് വന്നോണ്ട് പ്ലാൻ ഒന്നും നടന്നില്ല അല്ലേ? എന്തൊക്കെയോ വരുന്നത് വണ്ടി എടുക്കാതെ ഇതെന്തോ അടിക്കെടുത്തേക്കുന്ന ഇത് കയ്യൊക്കെ ഇട്ടിരിക്കുന്നത്. എപ്പോ എങ്ങോട്ട് പോവുക? ഇതിനകത്ത് ഋതപ്പൻ ഇരിക്കുന്ന കണ്ണം കേട്ടോ. ഋതപ്പനും ഉണ്ട്, രേണുവിൻ്റെ ചേച്ചിയുടെ മോനും ഉണ്ട്. അവർ രണ്ടുപേരും നിൽക്കുന്നത്. ഋതപ്പൻ നേരത്തെ ഇങ്ങനെയല്ല കിച്ചുവിൻ്റെ മേത്തോട്ട് ചാടി കയറി കിടന്ന് ആ വണ്ടിയുടെ സീറ്റിൻ്റെ ഫ്രണ്ടിലായിരുന്നത് ഈ ഋതപ്പൻ ഇരിക്കുന്നത്. അങ്ങനെ കൈറാശ് ഓരോ വിഷയങ്ങളൊക്കെ ഉണ്ടായതാണ്. ചിലപ്പോൾ അതുകൊണ്ടാണെന്ന് പറഞ്ഞാലും ഋതപ്പൻ പൊതുവെ അങ്ങ് ഒതുങ്ങി ഒരു കയ്യും കെട്ടി. ഋതപ്പൻ എന്തൊക്കെയോ ആ ഇഷ്ടമാണ് പോകുന്നത്, പക്ഷെ ആരൊക്കെയോ ഋതപ്പം ഭയക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു ഭയത്തോടു കൂടിയുള്ള ഇരിപ്പാണ്. അവർ തിരിഞ്ഞും മറിഞ്ഞും എല്ലാം ചോദിക്കുന്നുണ്ട്. എവിടെ നിനക്ക് എന്നാ പറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാ ചോദിച്ചാലും ഋതപ്പൻ ഒന്നും അങ്ങോട്ട് വിട്ടു പറയുന്നില്ല. ഋതപ്പം മൗനമായിട്ട് ഇരിക്കുവാണ് ചെയ്യുന്നത്. ഒന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട്. വിളിച്ചറിയോ? അമ്മ വിളിച്ചറിയോ? ചേട്ടൻ കൂടെ പോകാന്നറിയാ? ഉറപ്പാണേ? വിളിക്കട്ടെ? അമ്മ വിളിക്കട്ടെ? വിളിക്കാം വിളിച്ചറിയട്ടെ? വരുന്നില്ല. ചേട്ടൻ്റെ കൂടെ പോകും. എന്താ പറയാം? അമ്മ വിളിക്കുമ്പോൾ എന്താ പറയും? വരാതെന്ന് വെച്ചാൽ എന്താ പറയും? ഇയാളെന്ത് ഭയങ്കര ഇത് നമ്മുടെ പ്ലാനിൽ ഒരു ചേഞ്ച് ഉണ്ട്. ഞാൻ അമ്മയുടെ അടുത്തൊക്കെ വിളിച്ച് പറഞ്ഞു തന്നെ വന്നേല്ലേ എന്തെങ്കിലും ഇപ്പൊ കൊണ്ടുപോകാൻ വന്നല്ലേ അമ്മയുടെ വിളിച്ച് പറഞ്ഞു സെറ്റല്ലേ എയർപോർട്ടിൽ പോകാൻ എയർപോർട്ടിൽ വന്നിപ്പോ എങ്ങനെ ഇതിനകത്ത് കിച്ചു അത്രയും പറഞ്ഞ് ഋതപ്പൻ കുഞ്ഞന്നെ ഇരിക്കുന്നിട്ട് അമ്മയെ വിളിച്ച് ചോദിച്ചു. അമ്മ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോഴാണ് ഋതപ്പന് ഒരു സന്തോഷമായത്. ഋതപ്പൻ അന്നേരമാണൊന്ന് ഹാപ്പിയാകുന്നത്. ഋതപ്പൻ്റെ നോട്ടവും ആ ചിരിയൊക്കെ കാണും. ഇത് കഴിഞ്ഞ് ഇവർ ലുലുമാളിലാണ് പോകുന്നത്. അവിടെ പോയി അവിടെ കയറി ഓരോ ഗെയിം. പിന്നെ ഈ രേണുവിൻ്റെ ചേട്ടത്തിയുടെ പെങ്കൊച്ചുമുണ്ട് ആങ്കൊച്ചുമുണ്ട് കൂടെ. രേണുവിൻ്റെ അമ്മയുണ്ട് കൂടെയും തോന്നുന്നു കേട്ടോ. അതിനകത്ത് കയറിയപ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് രേണുവിൻ്റെ അമ്മയുണ്ട് കുഞ്ഞുങ്ങളുടെ കയ്യെ പിടിച്ച്. ഈ 3 കുഞ്ഞുങ്ങളോടും ഒരേപോലെയാണ് ഇവർ സ്നേഹം കാണിക്കുന്നത് കേട്ടോ. അല്ലാതെ ഈ എപ്പോൾ ചെന്നാലും ഈ കിച്ചു അങ്ങനെയാണ്. ഈ 3 പിള്ളേരെ കൊണ്ടാണ് പുറത്ത് പോവുകയും എന്തെങ്കിലും മേടിച്ച് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. അല്ലാതെ ഋതപ്പനെ മാത്രമായിട്ട് കൊണ്ടുപോകുക അങ്ങനെ ഒന്നും ചെയ്യത്തില്ല കേട്ടോ. അതൊരു നല്ലൊരു ക്വാളിറ്റി തന്നെയാണ്. കാര്യം എൻ്റെ അനിയൻ എന്നുള്ളതല്ല, വീട്ടിൽ ആ കുഞ്ഞുങ്ങളുള്ളപ്പം ഒരിക്കലും കുഞ്ഞുങ്ങളോട് ആരും ഒരു വ്യത്യാസം കാണിക്കരുത്. അത് ഏറ്റവും വലിയ അവരുടെ ആ ഒരു ക്വാളിറ്റി കളയുന്ന ഒരു പരിപാടിയാണെന്നേ പറയാൻ പറ്റത്തുള്ളൂ. കാര്യം ഒന്നാമത് കിച്ചു അനുഭവിച്ചിട്ടുണ്ട് ഈ ഒറ്റപ്പെടൽ. അതുകൊണ്ട് ഒരിക്കലും കിച്ചു മറ്റൊരു കുഞ്ഞുങ്ങളടുത്ത് ഒരിക്കലും അങ്ങനെ കാണിക്കത്തുമില്ല. അങ്ങനെ ഇവരൊന്നിച്ച് അവിടെ ലുലുമാളിൽ പോയി കുറേ ഗെയിമും കാര്യങ്ങളും ഒക്കെ ഉണ്ട്.
അതുമെല്ലാമായിട്ട് അങ്ങനെ കുറേ കഴിയുമ്പോഴത്തേക്ക് ഋതപ്പൻ ഹാപ്പി ആയി കേട്ടോ. ഋതപ്പൻ ഭയങ്കരമായിട്ടും സന്തോഷമായി. കാര്യം രേണുവിനെ വിളിക്കാണ്ട് ഋതപ്പനെ കൊണ്ടുപോയില്ല, ഈ കിച്ചുവിൻ്റെ കൂടെ തന്നെ വിടുവാണ് ചെയ്തത്. അങ്ങനെ അവിടെ പോയി എല്ലാം കയറി ഇറങ്ങി നടന്ന് ഋതപ്പൻ എത്ര ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നതെന്ന് അറിയാം. ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ കൊച്ചു തിരിച്ചു വരുമ്പോഴത്തേക്ക്, ഒരുപാട് സന്തോഷത്തിലാണ്. അപ്പം ഇത് ഇപ്പോൾ ഈ കിച്ചു പോയി കുറേ പേര് പറഞ്ഞായിരുന്നു ഷെബീന ബിബിയാണ് ഇവരെ ഇങ്ങനെ ഇത് അകറ്റിയത്, ഈ കുഞ്ഞിനെ കൂടപ്പുറം, അത് രേണു വരെ പറഞ്ഞായിരുന്നു കൂടപ്പിറപ്പുകളെ തമ്മിൽ അകറ്റി അവർക്ക് സമാധാനമായല്ലോ. കൂടപ്പിറപ്പ് ഒരിക്കലും രക്തബന്ധം ഒരിക്കലും അകലുകയില്ല. അത് ആരെല്ലാം ശ്രമിച്ചെന്ന് പറഞ്ഞാലും എന്നെല്ലാം കാണിച്ചെന്ന് പറഞ്ഞാൽ രക്തബന്ധം എന്നും രക്തബന്ധം തന്നെയാണ്, അതൊരിക്കലും അകന്ന് പോകത്തില്ല. അവർ തമ്മിൽ മിണ്ടുന്നില്ല എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നാലും ഉണ്ടല്ലോ, ഒരു ആവശ്യം വന്നാൽ അല്ലെങ്കിൽ ഒരു പ്രശ്നം വന്നാൽ കൂടപ്പിറപ്പുകളായിരിക്കും ആദ്യം ഓടിയെത്തുന്നത്, അത് കഴിഞ്ഞേ മറ്റുള്ളവർ എത്തത്തുള്ളൂ. അത് ആർക്കും മനസ്സിലാകത്തില്ല. പക്ഷെങ്കിൽ രേണുവിനെ ഇത് കിച്ചു ഇപ്പം പോയത് ഏറ്റവും നന്നായി ഞാൻ പറയത്തുള്ളൂ ഈ ഋതപ്പനെ കാണാനായിട്ട്. കാര്യം കിച്ചു ഇത് പോകാതെ നീണ്ടു പോയിരുന്നാൽ അങ്ങനെ ആ ഒരു അകലം കൂടി പരത്തുള്ളൂ. പിന്നെ ഇവർ തമ്മിൽ പിന്നെ ഈ കിച്ചനും അങ്ങോട്ട് പോകാനായിട്ടുള്ള മടികൾ കൂടും, ഇതുങ്ങൾ തമ്മിൽ ഒരുപാട് അകലാകും. പക്ഷേ ഏറ്റവും പോകാൻ പറ്റിയ സമയം ഇത് തന്നെയായിരുന്നേ പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇതിലേക്ക് പറയേണ്ട ഷെബീനബിയുടെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കാരണം അവർ കിച്ചു അവരെല്ലാം അകന്നു, അവരുടെ കുടുംബം നശിച്ചു എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ കിച്ചുവോട് തിരിച്ചു ചെന്നില്ലേ, ഇത് ഇവർ ചെന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഷെബീന ബീബി ആയിരിക്കും. കാര്യം അവരെയാണ് എല്ലാവരും ഈ രേണു പറയുന്നതും കൂടെ കേട്ട് കഴിയുമ്പോഴത്തേക്ക് ഇട്ട് കുത്താൻ തുടങ്ങിയത്. കിച്ചു അവിടെ പോയി ഋതപ്പനെ കണ്ടു, അവിടുന്ന് സന്തോഷമായിട്ട് തിരിച്ചു വരാനായിട്ട് ഒത്തിരി കിച്ചുവും കരുതിയുള്ളൂ ഋതപ്പനെ ഒന്ന് പുറത്ത് കൊണ്ടുപോകുക. പിന്നെ നേരത്തെ വിളിച്ച് അറിയിക്കാതിരുന്നത് ഇവരുടെ സ്വഭാവം എന്നാന്നുള്ളത് കിച്ചുവിന് നല്ലപോലെ അറിയാം. ചിലപ്പോൾ ഈ കുഞ്ഞിനെ കാണാൻ കിച്ചു ചെല്ലുന്നറിയെങ്കിൽ ഇവരെ കുഞ്ഞിനെ അവിടുന്ന് മാറ്റും, ഇവരെങ്ങോട്ടെങ്കിലും മാറ്റി ചെറിയ അവൻ ഇവിടെ ഇല്ലായിരുന്നു, അവൻ എങ്ങോട്ടോട്ട് പോയതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അതൊക്കെ അവർ ചെയ്യും, നമുക്കറിയാം. കാര്യം അവർ കാണിക്കുന്ന കുറേ രീതികൾ നമ്മൾ വീഡിയോയിലൂടെ കണ്ടിട്ടുള്ളതല്ല, അതുകൊണ്ട് നമുക്കറിയാം അവരെങ്ങനെയെല്ലാം കിടന്ന് കാണിക്കും എന്നുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നു ആ വീട്ടിൽ ഒരു ഇച്ചിരി പേര് തോന്നി രേണുവിൻ്റെ അമ്മയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. രേണുവിൻ്റെ അമ്മ ഈ കിച്ചുവിനോട് വർത്താനം പറയും, എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, ആ കൂടെ നടക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. അവിടെ ബാക്കി സീനായിട്ടുള്ള കാര്യങ്ങൾ കിച്ചു ഇപ്പോൾ വീഡിയോയിലൂടെ പറയുന്നത് നമുക്ക് കേൾക്കാതെ. അപ്പം നമ്മൾ ഋതപ്പനെ കൊണ്ടാക്കി തിരിച്ച് ഇതുണ്ട്, ഇതിനിടയ്ക്ക് അപ്പം അങ്ങനെ നമ്മൾ ഋതപ്പനെ കൊണ്ടാക്കി നമ്മൾ തിരിച്ച് പോകുന്നു. എല്ലാവരും ഹാപ്പി. നമ്മളിവിടെ വന്നപ്പോൾ ആദ്യം ഋതപ്പനും ഇവരെല്ലാവരും കൂടെ എറണാകുളത്തുള്ള പരിപാടി തന്നെ അങ്ങനത്തെ അവിടെ ഉള്ള രീതിയിൽ. അപ്പോൾ ആദ്യം ഞങ്ങൾ വിചാരിച്ച് ഇവര് പോവില്ല നടക്കത്തില്ല എന്നുള്ള രീതിയിൽ അതിന് കടയിൽ കൊണ്ട് പോയിട്ട് വരാന്നുള്ള ഇതിൽ നിന്ന് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു. ഞാൻ നൈസായിട്ട് പപ്പ വിളിച്ച് ചോദിച്ചപ്പോൾ പപ്പ ആദ്യം പറഞ്ഞ് നടക്കത്തില്ല, ഇപ്പൊ കണ്ടില്ലേ ആ രീതി ഇപ്പൊ. അപ്പം പിന്നെ അമ്മയുടെ കണ്ട് ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ അമ്മേനെ വിളിച്ച് ചോദിച്ചപ്പോൾ അമ്മ കൊണ്ടുപോകാൻ പറഞ്ഞു. ഞങ്ങൾ കൊണ്ടുപോയതാണ്. അങ്ങനെ അവൻ ഹാപ്പിയാന്ന് തോന്നുന്നു. നേരെ വിളിച്ച് ഞങ്ങളെ കൊണ്ടുപോയാ എല്ലാവരെയും കൂടെ ഹാപ്പി. പിന്നെ രമ്യ ചേച്ചി വിളിച്ച് എന്റെ പിള്ളേരെ ഇവിടെ കൊണ്ടുപോകാനൊക്കെ ചോദിച്ചിട്ട് എനിക്ക് പറയാനുള്ള ഒരുത്തരെ മാത്രമായിട്ട് എനിക്ക് കൊണ്ടുപോകാൻ പറ്റും. ഞാൻ പണ്ടോട്ട് കാണുന്നതാണെങ്കിൽ ഒരു 3 അപ്പം എനിക്ക് 3 കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആ രീതി കൊണ്ടുപോയതാ. പിന്നെ ഈ 5 മിനിറ്റ് 10 മിനിറ്റ് കൂടുമ്പോൾ ഇങ്ങനെ വിളിച്ചോണ്ടിട്ടുണ്ടായിരുന്നു. അവനെ മാത്രമായിട്ട് കൊണ്ടുപോകാൻ തോന്നിയില്ല, കാരണം ഞാൻ എന്തെങ്കിലും സാധനം വാങ്ങിയാലും ഇങ്ങോട്ട് വരുമ്പോൾ 3 പേർക്കും കൂടെ വാങ്ങുന്നത്. അപ്പൊ അവനെ മാത്രം കൊണ്ടുപോകാനായിട്ട് എനിക്ക് തോന്നിയില്ല, അതുകൊണ്ട് കൊണ്ടുപോയതാണ്. പിള്ളേരില്ല നമുക്ക് നമ്മളെ സ്വന്തം അപ്പം അത്ര ഇതാണ് ഞാൻ പറഞ്ഞത്. രേണുവിൻ്റെ അപ്പൻ അവർ ഋതപ്പനെ കൊണ്ടുവന്ന കാര്യം പറഞ്ഞപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. രേണുവിനെ വിളിച്ച് ചോദിച്ചപ്പോൾ രേണു കൊണ്ടുപോകാൻ പറഞ്ഞു. കാര്യം രേണുവിനറിയാം ഇത് കൊണ്ടുപോകേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ തന്നെ നല്ലപോലെ രേണുവിനറിയാം. കാര്യം എല്ലാവരും സോഷ്യൽ മീഡിയ വാരിയെടുത്ത് കൊടുക്കത്തുള്ളൂ. ഇപ്പോൾ തന്നെ നല്ല ഇതായിട്ട് ഇരിക്കുവാണ്. ശരിക്കും പ്രശ്നത്തിന് പുറത്ത് പ്രശ്നമായിട്ട് രേണു ഇരിക്കുകയാണ്. ആ ഇരിക്കുന്ന കൂട്ടത്തിൽ ഇനി ഇതും കൂടെ ആയിക്കഴിഞ്ഞാൽ പണ്ടേ ദുർബല ആ കൂടെ ഗർഭിണി എന്ന് പറയുന്ന പോലത്തെ അവസ്ഥയായി പോകും. കാര്യം വെച്ചാൽ ബാക്കി കൂടെ കിട്ടുന്നത് എന്നാന്നുള്ളത് രേണുവിന് ഊഹിക്കാന്നതിനപ്പുറമായിരിക്കാം പിന്നെ കിട്ടുന്ന ആ ഒരു റിയാക്ഷൻ വീഡിയോക്കാരുടെ വാരിയുള്ള അലക്കായിരിക്കും പിന്നെ വരാൻ പോകുന്നത്. അതുപോലെ തന്നെ രേണുവിൻ്റെ ചേച്ചി പിള്ളേരെ കൊണ്ടുവരാം, അതവർക്ക് പറയാം അവരുടെ മക്കളെ കൊണ്ടുപോകണ്ട എന്നുള്ള കാര്യം അവർക്ക് കിച്ചുവിൻ്റെ പറയാം. പക്ഷെ കിച്ചുവിൻ്റെ മര്യാദയാണ് കിച്ചു ഋതപ്പനെ കൊണ്ടുപോയപ്പോൾ അവരെ കൂടെ കൊണ്ടുപോയി എന്നുള്ളത്. അത് ആ ഒരു മര്യാദയാണ് കിച്ചു കാണിച്ചത്. അവരുടെ മര്യാദ ഇല്ലാതെയാണ് അവരവിടെ ആ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയത്. അവർ വിളിച്ചേച്ചി എൻ്റെ മക്കളെ നീ എന്തിനാണ് കൊണ്ടുപോയത് എന്നൊക്കെ ചോദിച്ച് കിച്ചുവിനോട് അങ്ങനെ പെരുമാറിയത്. അതാണ് പറഞ്ഞത്, അവർക്കൊക്കെ എന്നതും പറയാനും എടുക്കാനും ഒരു മടിയില്ലാത്തവരാണ്. അതുകൊണ്ടാണ് കിച്ചു ചെല്ലുന്നപ്പോഴത്തേക്ക് പേടിച്ച് വിറച്ച് ചെന്നത്. കിച്ചു പറഞ്ഞ് ആ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം കിച്ചു ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല, ഇവരുമായിട്ടൊരു വെളിയില്ല, വർത്തമാനമില്ല, ഒന്നുമില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനാണ് കിച്ചു അങ്ങോട്ട് ചെന്ന് കയറുന്നത്. കാര്യം കിച്ചുവിന് തന്നെ മനസ്സിലായി ഇനി കുറേ കൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഋതപ്പൻ ഇപ്പോൾ കുഞ്ഞു പ്രായമാണ് ഋതപ്പൻ്റെ. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഈ കിച്ചുവിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഋതപ്പൻ മറന്നു പോയാൽ അവൻ്റെ മനസ്സിലേക്ക് പിന്നെ കുത്തി കൊടുക്കുന്ന വിഷം കൂടെ ആയിരിക്കും കയറുന്നത്. അത് എത്രമാത്രം ആ കൊച്ചിനെ അവർ പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ആ കൊച്ചിൻ്റെ മുഖം നല്ലപോലെ നമുക്കറിയാൻ പറ്റും.
അവരെത്രമാത്രം ആ കൊച്ചിനെ പറഞ്ഞ് തിരിപ്പിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം. ആ വീട്ടിൽ അതുപോലുള്ള സീൻ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ കുഞ്ഞ് കിച്ചുവിനെ കണ്ടപ്പോഴത്തേക്ക് ഒന്ന് പായുന്നത്. പക്ഷേ ആരെന്നതെല്ലാം കാണിച്ചാലും ഈ ഋതപ്പൻ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടിരിക്കുന്നത് ഈ കിച്ചുവിൻ്റെ അടുത്ത് തന്നെയാണ്. രേണുവിൻ്റെ കൂടെ പോലും അല്ല കുഞ്ഞ് അത്രയും ഹാപ്പി. രേണുവിൻ്റെ കൂടെ പോലും അല്ല എന്ന് പറഞ്ഞിട്ട് രേണുവിൻ്റെ കൂടെ ഒന്നും അത് ഒരുപാട് സ്പെൻഡ് ചെയ്യുന്നില്ല അതിൻ്റെ സമയങ്ങളും കാര്യങ്ങളും ഒന്നും. പുള്ളിക്കാരിക്ക് റീൽ എടുക്കാനും ബാക്കി കോലം കെട്ടാനും ഒക്കെ ഉള്ളൂ പുള്ളിക്കാരിക്ക് നേരം. ഈ കൊച്ചിൻ്റെ കാര്യത്തിൽ ഒന്ന് സ്നേഹം. അപ്പോൾ ചോദിക്കും, നിനക്ക് എന്നാ കാര്യം? രേണുവിൻ്റെ കൊച്ചല്ലേ, നിൻ്റെ കൊച്ചല്ലേ? തീർച്ചയായിട്ടും എൻ്റെ കൊച്ചല്ല, എനിക്ക് യാതൊരു കാര്യവുമില്ല. എങ്കിലും നമുക്ക് പറയുമ്പോൾ പറയണമല്ലോ. കാര്യം എന്നാന്ന് ചോദിച്ചാൽ കിച്ചുവിൻ്റെ കൂടെയാണ് കൊച്ചു സന്തോഷം എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല എന്ന് പറയുന്നവർക്ക് വേണ്ടിയാണ് ഇങ്ങനൊരു കാര്യം പറയുന്നത്. എന്നാലും കിച്ചു കരുതിക്കൂട്ടി 2 കൂട്ടുകാരെ കൊണ്ടൊക്കെയാണ് പോയത്. എന്നാലും ഒരു പ്രശ്നം വന്നാലും എന്നാലൊരു വിഷയം വന്നാലും നമ്മുടെ കാര്യം ഒന്ന് ക്ലിയർ ആയിരിക്കണമല്ലോ എന്നുള്ള മൈൻഡിൽ കിച്ചുവിനെ എല്ലാവരും പൊട്ടനാണെന്നും മൊണ്ണയാണെന്നും എന്നതെല്ലാം വർത്താനം പറഞ്ഞു. കിച്ചു അതൊന്നുമല്ല. കിച്ചുവിന് നല്ല മൂളയുള്ള, പക്ഷെ അവൻ എവിടെയാണ് അത് പ്രയോഗിക്കേണ്ടതെന്നുള്ളത് നല്ല വ്യക്തമായിട്ട് അറിയാം. എങ്ങനെയാണ് അത് മുന്നോട്ട് പോകേണ്ടതെന്നും അറിയാം. പിന്നെ സംസാരിക്കുന്ന കാര്യത്തിലാണ് ഒരു ഇച്ചിരി ബുദ്ധിമുട്ട് വരുന്നത്. കിച്ചു പറഞ്ഞ സത്യമാണ്. കാര്യം എന്ന് വെച്ചാൽ എന്നതാണ് പറയുന്നത്, ആ ഒരു ഇത്രയും കാലം ആ ഒരു ഒതുങ്ങിയ ജീവിതത്തിൽ നിന്നും ആ ഒരാളോട് എങ്ങനെ എതിർത്ത് സംസാരിക്കണമെന്നുള്ളത് ആ കൊച്ചിന് അറിയത്തില്ല. പക്ഷെ അതിന് പറ്റിയ 2 കൂട്ടുകാരുണ്ട്. അവന്മാർക്ക് എതിർത്ത് പറയുന്നതിന് ഒരു മടിയില്ല. പറയേണ്ടത് കൃത്യമായിട്ട് കുഞ്ഞുങ്ങൾ പറയും. കൃത്യമായിട്ട് കുഞ്ഞുങ്ങൾ ചിലപ്പോൾ പറയും. ഇത് രേണുവിൻ്റെ അപ്പം ചോദിച്ച കാര്യങ്ങളോ അതൊക്കെ കിച്ചു കട്ട് ചെയ്താണ് ഇട്ടേക്കുന്നത്. ചിലപ്പോൾ ഒരുപക്ഷെ വീഡിയോയിൽ അതൊക്കെ കാണും. അതൊക്കെ അവർ മാറ്റി വെച്ചേക്കുമായിരിക്കും. അതൊക്കെ കട്ട് ചെയ്തെടുത്ത് വെച്ചേക്കുമായിരിക്കും. അതൊന്നും കാണിക്കാതെ ഇവരതൊരു കാര്യത്തിലൂടെ പറഞ്ഞ് അങ്ങോട്ട് പോയി ചിലപ്പോൾ തർക്കങ്ങളോ എന്തെങ്കിലും ഉണ്ടായി കാണുമായിരിക്കും. കൊച്ചിനെ കൊണ്ടുപോകാനൊക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട്. ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ എല്ലാവരും പറയായിരിക്കും, രേണു ഏൽപ്പിച്ചിട്ട് പോയത് അപ്പനെ അമ്മയല്ലേ എന്ന് ചോദിക്കും. അന്യനൊന്നും അല്ലല്ലോ വന്നത്, കൂടപ്പുറപ്പല്ലേ വന്നത്. അയലോകത്തെ വീട്ടിലെ ചേട്ടനല്ലല്ലോ വന്നത്. ഋതപ്പനെ ഞാൻ റോഡിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് പോയിട്ട് ആ കൂടപ്പുറപ്പാണ് വന്നത്. ആ വീട്ടിൽ അവകാശമുള്ളവനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പിന്നെ അതിൻ്റെ നേരെ കൊച്ചിനെ പുറത്ത് കൊണ്ടുപോകണ്ട എന്ന് പറയാനുള്ള അവകാശം അവർക്കില്ല. അങ്ങനെ കിച്ചും ഋതപ്പനും കൂടെ കണ്ടു. അവർ ഹാപ്പി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പേര് രേണു പ്രത്യേകിച്ച് വീഡിയോസ് ഒന്നും ഇടാനായിട്ടില്ല. ഇനി വേണേൽ പറയായിരിക്കും, ഞങ്ങൾ അമ്മയും മോനെയും തമ്മിൽ തെറ്റിച്ചവർ കണ്ടില്ലേ, അവൻ എൻ്റെ അടുത്ത് തിരിച്ചു വന്നു എന്നും പറഞ്ഞിട്ട്. ഇവർക്ക് ഈ ഒരു സമയം തന്നെ ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്ത് ഇവർക്ക് വീണ്ടും ഒന്നിച്ച് പോകാൻ ഒരു അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. രേണുവിനാണെങ്കിലും കിച്ചുവിൻ്റെ അടുത്ത് എടാ എൻ്റെ ഭാഗത്ത് നിന്ന് എന്നതാ പറ്റിയിരിക്കുന്ന പിഴവുകൾ ഞാൻ, പക്ഷെ അത് പറയത്തില്ല. അങ്ങനെ അവർ തിരുത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ അവർ വീണ്ടും ഒന്ന് ഡൗൺ ആയിട്ട് വീണ്ടും അവർ പതിയെ അതേ രീതിക്ക് തന്നെ എണീറ്റ് വരുന്നുണ്ട്. അവരുടെ തോന്നിവാസങ്ങൾ കാണിക്കുന്ന രീതിക്കും അവർക്ക് അവരുടെ അത് തന്നെയാണ് ഈ റീലുകൾ നമ്മൾ വീണ്ടും കാണുന്നത്. കാര്യം വെച്ചാൽ നേരത്തെ ഇവർ ഇതിനകത്ത് നമ്മുടെ പബ്ലിക്കിലേക്ക് വന്ന ചിത്രം ഇങ്ങോട്ട് ഇടത്തില്ലായിരുന്നു. ഇവരുടെ ആ ഒരു പെയ്ഡ് ഇതിനകത്ത് മാത്രമുള്ളായിരുന്നു. ഇവർ ഇങ്ങനത്തെ ഇച്ചിരി കൂടെ വൾഗറായിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇടാൻ തുടങ്ങിയത്. പക്ഷേ അവരിപ്പോൾ അല്ലാതെ വന്നു. കാരണം അവർക്ക് ഇനി ഒന്നും നോക്കാനില്ല. അവരിനി എല്ലാവരും എന്നെ വേണേലും പറഞ്ഞു, ഇനി എന്നെ വേണേലും എന്നെ പറഞ്ഞു, ഞാൻ ഇതാണ് എന്നൊരു മൈൻഡിലാണ് അവർ വന്നിരിക്കുന്നത്. അവരിനി എത്ര നേരം ഇനി ആ കൊച്ചു വളർന്നൊക്കെ വരണം. ഇവർ കാണിക്കുന്ന ശരിയും തെറ്റും ഇവർക്ക് അപമാനമാണോ അതോ അന്തസ്സാണോ ഇല്ലെന്ന് അറിയാനായിട്ട്. കിച്ചുവിനെ ഇനി ഇതൊന്നും ബാധിക്കുന്ന കാര്യമില്ല. രേണുവിനെ എന്നെ കാണിച്ചാലും കിച്ചുവിനെ ബാധിക്കുന്ന കാര്യമല്ല. കാര്യം കിച്ചു പറഞ്ഞു കഴിഞ്ഞ് ഞാൻ എൻ്റെ അച്ഛൻ്റെ വീട്ടിലാണ് നിൽക്കുന്നതെന്ന്. അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി രേണു എന്നെ കാണിച്ചാലും അത് കിച്ചുവിനെ ബാധിക്കുന്ന കാര്യമേ അല്ല. അതുകൊണ്ട് കിച്ചു അത് കൈയൊഴിഞ്ഞു. ഇനി എന്നോടാരും ചോദിക്കരുത് നിൻ്റെ അമ്മ എന്നാ കാണിക്കുന്നത്, നിൻ്റെ അമ്മ എന്നതാണ് കാണിക്കുന്നത് എന്ന് ചോദിക്കരുത്. അതിനുവേണ്ടിയാണ് കിച്ചു അത് പറഞ്ഞ് ഒഴിവായത്. കിച്ചുവിന് പിന്നെ ഈ കുഞ്ഞുമായിട്ടുള്ളൊരു ബന്ധം അതൊരിക്കലും അത് മാറ്റാൻ പറ്റത്തില്ല. ഒരിക്കലും അത് മുറിച്ച് കളയുന്നൊരു ബന്ധമല്ല. അത് അവർ കൂടപ്പുറപ്പുകളാണ്. കിച്ചുവിന് ഋതപ്പന് കിച്ചു മാത്രമേ ഉള്ളൂ. ഏത് ബന്ധു ഉണ്ടെന്ന് പറഞ്ഞാലും, രേണുവിൻ്റെ ചേച്ചിയുടെ മക്കളുണ്ടെന്ന് പറഞ്ഞാലും, ഇനി ഈ സുധിയുടെ ചേട്ടൻ്റെ മക്കളുണ്ടെന്ന് പറഞ്ഞാലും, ആരെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും രക്തബന്ധത്തോളം വരികയല്ല വേറൊന്ന്. കാര്യം ഈ ഋതപ്പന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കിച്ചുവിന് എന്തെങ്കിലും വന്നാൽ ഋതപ്പന് നോക്കുന്ന പോലെയോ അല്ലെങ്കിൽ ഋതപ്പന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ കിച്ചുവിന് വേദനിക്കുന്ന പോലെയോ വേറെ ആർക്കും വേദനിക്കില്ല. അവർക്ക് ഒരു വിഷമം കാണാം, അത്രേ ഉള്ളൂ. പക്ഷേ കിച്ചുവിനുണ്ടാകുന്ന ആ ഒരു ഫീലിങ്സ് ആർക്കും ഉണ്ടാകത്തില്ല, ഋതപ്പനുണ്ടാകുന്ന. അത് അങ്ങനെ കൂടപ്പുറപ്പങ്ങളായിട്ട് ജീവിച്ചിട്ടുള്ളവർക്കറിയാം ആ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ. എന്നാണേലും കിച്ചു കാണിച്ച ധൈര്യവും ആ ഒരു കാര്യങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാര്യം എന്നാന്ന് ചോദിച്ചാൽ ആ കൂടപ്പുറപ്പിനെ കാണാനായിട്ട് ഇനിയിപ്പോൾ അവരൊന്നും മടിക്കും ഏതൊരു കാര്യത്തിനുമല്ലേ. ഋതപ്പനാണെങ്കിലും ഒരു ധൈര്യം വരും. എന്നെ എത്ര എന്നെല്ലാം പറഞ്ഞാലും എൻ്റെ ചേട്ടൻ എൻ്റെ കൂടെ ഉണ്ട്, എന്നോട് എത്ര ഇതാന്ന് പറഞ്ഞാലും എന്നെ തേടി എത്തും എന്നൊരു ധൈര്യം ആ കൊച്ചു മനസ്സിലുണ്ടാകും. എൻ്റെ ചേട്ടൻ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള കാര്യത്തിൽ. അതുകൊണ്ട് ഇവരിനി എന്നതെല്ലാം കിടന്ന് തലകുത്തി മറിഞ്ഞെന്ന് പറഞ്ഞാലും കിച്ചുവിനെ ഋതിപ്പം പ്രതീക്ഷിച്ച് തന്നെ ഇരിക്കും. ഇന്നലെ നാളെ എൻ്റെ ചേട്ടൻ എന്നെ തേടി വരും എന്നുള്ളത്. ആ ഒരു പിന്നെ അതിനെന്തൊക്കെയോ ഭയങ്ങളുണ്ടായിരുന്നു. കുഞ്ഞല്ലേ, പേടിപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് അങ്ങ് പേടിക്കും. നീനെ വരുമ്പോൾ മിണ്ടല്ലേ, എടുക്കല്, അവൻ്റെ അടുത്തോട്ട് പോകല്, അവൻ വിളിച്ചാൽ പോകല് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. കൊച്ചു പിള്ളേരാകുമ്പോൾ അവർക്ക് ഭയമായിരിക്കും. അങ്ങനെയൊക്കെ പറഞ്ഞ് വഴക്ക് പറഞ്ഞ് ശരിക്കുമായിട്ട് പേടിപ്പിച്ചാണോ അതിനെ? അത് ഇവരെല്ലാവരും ആളാവേദം പേടിപ്പിച്ച് കാണും. അതാണ് ആ കൊച്ചിൻ്റെ മുഖത്ത് ആ ഒരു പേടി, അതിൻ്റെ മുഖത്തൊരു ഭയമായിരുന്നു. ആ ഒരു ഭയം അതിൻ്റെ മുഖത്ത് കണ്ടത്. അതേസമയം ഈ ഒരു കാര്യത്തെപ്പറ്റി കുഞ്ഞിൻ്റെ അടുത്ത് ഇവരൊന്നും മിണ്ടിയിട്ടില്ലായിരുന്നെങ്കിൽ, അവിടെ ഒരു ചർച്ച നടന്നിട്ടില്ലായിരുന്നെങ്കിൽ, ഈ കിച്ചു വരുമ്പോഴത്തേക്ക് ഋതപ്പൻ ഓടിച്ചെന്നതിനെ പഴയ പോലെ തന്നെ കെട്ടിപ്പിടിച്ച് ആ ഒരു സ്നേഹവും ആ ഒരു ബഹളവും ഒക്കെ കാണിച്ചായിരുന്നേ. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു വീട്ടിൽ ചെന്ന് നമ്മൾ കയറുമ്പം നമ്മളെപ്പറ്റി അവർക്ക് നല്ലതാണോ ഉള്ളത് മോശമാണോ ഉള്ളതെന്ന് അറിയണമെങ്കിൽ ആ വീട്ടിലെ കുഞ്ഞുങ്ങളെ നോക്കിയാൽ മതി. അത് നമ്മുടെ ബന്ധുവീടാണെങ്കിലും അല്ലാത്ത എവിടാണെങ്കിലും
ആ കുഞ്ഞുങ്ങൾ നമ്മളോട് ഒരുപാട് സ്നേഹം കാണിക്കുകയാണെങ്കിൽ ഓർത്തുകൊള്ളുക, ആ കുഞ്ഞുങ്ങളുടെ മുന്നിൽ നമ്മുടെ കുറ്റം അവർ പറഞ്ഞിട്ടില്ല. അവർ നമ്മളെപ്പറ്റി നല്ലതേ പറഞ്ഞിട്ടുള്ളൂ. അതാണ് ആ കുഞ്ഞുങ്ങൾ നമ്മുടെ അടുത്ത് കാണിക്കുന്ന സ്നേഹമെന്ന്. അതേസമയം നമ്മുടെ അടുത്തൊന്ന് പതുങ്ങി നിൽക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അപ്പോഴേ ചിന്തിച്ചോളുക, നമ്മളെപ്പറ്റി ഇവിടെ നല്ല നെഗറ്റീവാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ആ കൊച്ചിൻ്റെ തലയിലോട്ടും കയറുന്നുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. എന്നാണേലും നല്ലൊരു വീഡിയോ ആയിരുന്നു, ഒരുപാട് സന്തോഷം തോന്നി. അപ്പോൾ ഇതിനകത്ത് ഋതപ്പിൻ്റെ മുഖമൊന്നും ഞാൻ ഈ പറയുന്ന ഭാവങ്ങളൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് കിച്ചുവിൻ്റെ ചാനൽ ചെന്നാൽ ഈ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് തന്നെ കാണാം. എന്നാണേലും ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് പറയണമെന്ന് തോന്നി. മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം.